എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞും വീഡിയോ ആണ്. പുളിച്ച കഞ്ഞിവെള്ളം ഇനി കളയണ്ട. കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പുളിക്കുമ്പം അതിൻ്റെ ഗുണങ്ങൾ ഒന്നും കൂടെ ഇരട്ടിക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കിച്ചണിലെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം, അല്ലാതെ മുടി വളരുന്നതിന്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കുറേയേറെ ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കോട്ടൺ തുണിക്കകത്തോട്ട് ലേശം പച്ചരി, അത് ഏതുമായിക്കോട്ടെ, കുറച്ച് മാത്രം എടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കെട്ടിയെടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയൊരു കിഴിയുണ്ടല്ലോ, നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ടിന്നിൽ സൂക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈർപ്പം തട്ടി അല്ലെങ്കിൽ കട്ട പിടിക്കാറില്ലേ, അങ്ങനെ വരാതിരിക്കാനും വേണ്ടി ഇതുപോലുള്ള നമ്മൾ അരി വെച്ചിട്ട് ഇങ്ങനൊരു കിഴി ഉണ്ടാക്കി അത് ആ ഒരു നമ്മുടെ കാപ്പിപ്പൊടിക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് ആ ഒരു ഈർപ്പമൊന്നും ഉണ്ടാവില്ല, കട്ട പിടിക്കുന്ന ആ ഒരു രീതിക്ക് മാറ്റം വരും. പിന്നെ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് പലരും പല രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബീഫ് നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത്. നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും കല്ലുപ്പിട്ട് കൊടുക്കും കുറച്ചേറെ, അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കും. എല്ലാവർക്കും ഒന്നും ആ ഒരു ബ്ലഡിൻ്റെ കളറോ അല്ലെങ്കിൽ ആ ഒരു ചെവിയൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. ഒത്തിരി നല്ലപോലെ ക്ലീൻ ആവണം. ആ ഒരു ബ്ലഡിൻ്റെ ഒരു ഇതേ കാണുന്നത് അത്ര ഇഷ്ടമല്ലായിരിക്കുമല്ലോ. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബ്ലഡിൻ്റെ കാര്യങ്ങളൊന്നും കാണില്ല. നല്ല രീതിയിൽ ആ ഒരു ബീഫ് ക്ലീൻ ആയി കിട്ടും. ഒരു 3-4 വെള്ളം നല്ലപോലെ കഴുകിയെടുത്താൽ മതി, നല്ലതായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അന്നേരം ചിലർ പറയും ഒരു വട്ടമൊക്കെ കഴുകിയാൽ അല്ലെങ്കിൽ കഴുകാതെ കഴിക്കുന്നവരില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ കുറച്ച് നല്ലതായിട്ട് ബ്ലഡിൻ്റെ ഒരു അംശം പോലും ബീഫിൽ കാണില്ല എങ്കിൽ, കാണാതിരിക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ, ഉപകാരപ്രദമാണ്. എന്നിട്ട് ബീഫ് ഇതുപോലെ ഒരു പാത്രത്തിനകത്താക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമുളകുണ്ടല്ലോ, അല്ലെങ്കിൽ വറ്റൽ മുളക്, കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പെന്ന് വെച്ചാൽ നല്ല ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ മുളക് നല്ല പോലെ വെന്ത് വെള്ളം നല്ല പോലെ വറ്റി വരണം. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊന്നും തന്നെ ഇപ്പോൾ ചേർക്കുന്നില്ല. എന്നിട്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. നമുക്കിപ്പോൾ എപ്പോഴും മുളക് പൊടി വീട്ടിൽ കാണണമെന്നില്ല. പെട്ടെന്ന് മുളക് പൊടി തീർന്നു കഴിഞ്ഞാൽ പാക്കറ്റ് മുളക് പൊടി വാങ്ങിക്കാതിരിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് കേട്ടോ. പാക്കറ്റ് മുളക് പൊടി എങ്ങനെ ഉണക്കുന്നതെന്നോ എങ്ങനെ പൊടിക്കുന്നതെന്നോ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അന്നേരം ഇതുപോലെ നമ്മളൊന്ന് വെള്ളത്തിൽ നല്ലപോലെ വേവിച്ചിട്ട് ഒന്നൊന്ന് അടിച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണയോ ഏതെണ്ണയോ ഒഴിച്ചു കൊടുക്കുക പാചകം ചെയ്ത്. എന്നിട്ട് നല്ലപോലെ അരച്ചിട്ട് ഇതുപോലൊരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രീസറിൽ സൂക്ഷിക്കണമെന്നില്ല. ഒരുപാടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലായിട്ട് ഫ്രീസറിൽ വെക്കുക. ആവശ്യത്തിനനുസരിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് മീൻ കറി വെക്കാനോ അല്ലെങ്കിൽ ഇറച്ചി കറി വെക്കാൻ, മീൻ വറക്കുന്നതിന്, മറ്റെല്ലാ സാധാരണ നമ്മൾ പൊടികൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ പൊടിയെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ്, കേടാകില്ല കേട്ടോ. ഒത്തിരി നമ്മൾ വെക്കുകയാണെങ്കിൽ ലേശം വിനാഗിരിയും കൂടെ ചേർത്താൽ മതി. ഇപ്പോൾ കുറച്ച് മാത്രമുള്ളതുകൊണ്ട് എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളം ഇനി ആരും കളയണ്ട. കഞ്ഞിവെള്ളമേ വെറുതെ കളയണ്ട. ഒരുപാട് നമ്മളിപ്പോൾ നല്ലൊരു എനർജി ഡ്രിങ്കാണ് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ, ഏറ്റവും നല്ലതാണ് കേട്ടോ. അതായത് പുളിക്കുമ്പം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ. അന്നേരപ്പം പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. അത് നമ്മൾ കുറച്ച് ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കഞ്ഞിവെള്ളച്ചം ചെയ്യാം. ഇതിലിപ്പോൾ ഉപ്പൊന്നും ചേർക്കാത്ത പുളിച്ച കഞ്ഞിവെള്ളം തലേന്നത്തെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും എടുക്കുന്നെങ്കിൽ 2 സ്പൂൺ വിനാഗിരി, ഒരുപാട് വേണ്ട, കുറച്ച് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. 2 അല്ലെങ്കിൽ 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സ്പ്രേ ബോട്ടിലാണ് എപ്പോഴും നല്ലതായിട്ട് ഈ ഒരു കാര്യം ചെയ്യാനും വേണ്ടി. നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് കറിവേപ്പിലേക്ക്, നമ്മുടെ പച്ചക്കറികൾ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പുഴു അങ്ങനത്തെ ഉള്ള ഇല കുരുടിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ നല്ല ഹെൽത്തി ആയിട്ട് കറിവേപ്പിലയാണെങ്കിലും ചെടികളൊക്കെ ആണെങ്കിലും മറ്റ് പച്ചക്കറികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാറ്റി നട്ടിട്ടുള്ള കറിവേപ്പിലിൻ്റെ തൈയാണ് കേട്ടോ. സാധാരണ കറിവേപ്പില നടുമ്പം കിളിക്കത്തില്ലെന്ന് മിക്ക ആൾക്കാരും പരാതി പറയാറുണ്ട്. നമ്മൾ കറിവേപ്പില നടുമ്പം അതിൻ്റെ ആദ്യത്തെ വീഡിയോ എൻ്റെ ഇല്ല കേട്ടോ. അന്നേരം അതിന് ഇലയോട് കൂടിയിട്ടാണ് നമ്മൾ നടുന്നതെങ്കിൽ തൈ നടുന്ന സമയത്ത് ഇല കാണുമല്ലേ, ആ ഇലയുടെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെറുതെ കമ്പും
ആയിട്ട് മാത്രം നടുക. ആ ഒരു സൈഡിൽ നിന്ന് മുള പൊട്ടി വന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ കറിവേപ്പിലോ അല്ലെങ്കിൽ പച്ചക്കറികളൊന്നും ഇലകളൊന്നും നശിച്ചു പോലെ നല്ല ഇതായിട്ട് വരും കേട്ടോ. ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളത്തിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് വിനാഗിരി മാത്രം ചേർത്തിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി ഇല, പൂവ്, അതിനോടൊപ്പം മുരിങ്ങയില. വളരെ സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങളാണ്. നമുക്കിവിടെ വീടുകളിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. മിക്ക വീടുകളിലും ഉള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ. അതിലേക്ക് ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുകയാണ്. താളിയാണ് കേട്ടോ നമ്മുടെ തലമുടിയിൽ തേക്കാൻ. തലയോട്ടിലും തലമുടിയിലും കുളിക്കുന്നതിന് അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ തേച്ച് കഴിഞ്ഞാൽ മുടി സമൃദ്ധമായിട്ട് വളരും, നല്ല സിൽക്കി ഷൈനി ആയിട്ട് കിടക്കും. മുടിയിലുണ്ടാകുന്ന നര മാറാൻ ഏറ്റവും നല്ലതാണ്. താരൻ, ചൊറിച്ചിൽ അങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഇത് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം മാത്രം തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുത്താൽ നല്ല മാറ്റം കിട്ടും. ഒറ്റ യൂസിൽ തന്നെ. അങ്ങനെ സ്മെല്ലൊന്നും വരില്ല. അങ്ങനെ സ്മെല്ല് ഒട്ടും പറ്റത്തില്ലെങ്കിൽ ലേശം 1-2 തുള്ളി ഷാമ്പും കൂടെ ചേർത്തിട്ട് ചെയ്യാം. ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല നിലവിലുള്ള മുടിയൊക്കെ കുറച്ചുകൂടി തിക്നെസ് തോന്നിക്കും മുടിക്ക് കേട്ടോ, വെറുതെ കഞ്ഞിവെള്ളം മാത്രം തേച്ചാൽ. നമ്മളിനി അടുത്തതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാരങ്ങയുടെ തോലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നാരങ്ങയുടെ തോല് ഇപ്പം പിഴിഞ്ഞ നാരങ്ങയുടെ തോലൊക്കെ നമ്മൾ വെറുതെ കളയണ്ട. ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിലൊരു കാര്യമാണ് ഞാനിപ്പം കാണിക്കുന്നത്. അന്നേരം നല്ലപോലെ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പുളിച്ച കഞ്ഞിവെള്ളം, നാരങ്ങയുടെ തോലും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാരങ്ങയുടെ തോലോട് കൂടി തന്നെ നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് അത് അരയ്ക്കുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ആ ഒരു നാരങ്ങയുടെ തോല് മാറ്റാൻ ആ ഒരു സത്ത് മൊത്തം ആ ഒരു കഞ്ഞിവെള്ളത്തിലുണ്ട്. ഇത് നമ്മൾ പാത്രം കഴുകുന്ന സിങ്ക് അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ അവിടെ, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സിങ്കുകളൊക്കെ വരുന്ന ഒരു ബാഡ് സ്മെല്ല് വരുമല്ലോ മിക്കയിടത്തും. അന്നേരം ആ ഒരു സ്മെല്ല് വരാതിരിക്കാനും വേണ്ടി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇതുപോലെ സിങ്കിൽ ഒരു 3-4 സ്പൂണോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സിങ്കിൻ്റെ ആ ഒരു ഹോളിൻ്റെ അവിടെ ഒരു ന്യൂസ് പേപ്പർ, എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് അതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും പാറ്റ, പഴുതാര അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചത്തുപോവുകയും ചെയ്യും, നല്ല ഇതായിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നല്ലൊരു ക്ലീനിങ് ലിക്വിഡാണ് കേട്ടോ. ബാത്റൂം കഴുകാൻ, ടൈൽസ്, അതുപോലുള്ള എല്ലാത്തിനും നല്ലൊരു ക്ലീനിങ് ലിക്വിഡാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ട്. നമ്മുടെ കപ്പിനകത്ത് പ്രത്യേകിച്ച് ചായക്കപ്പിനകത്തുണ്ടാവുന്ന കറ നമ്മൾ എത്ര കഴുകിയാലും അത് മാറില്ല, കൈ പോകുന്ന എല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. ഇതുപോലെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് വെട്ടിത്തിളങ്ങുന്ന വെണ്മയോട് കൂടി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന അടിപൊളി ഒരു ടിപ്പാണ് നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം. ഇത് ഇച്ചിരി കട്ടി കഞ്ഞിവെള്ളമാണ് കേട്ടോ. മറ്റേതിനകത്ത് ലൂസ് കഞ്ഞിവെള്ളമോട് മിക്സ് ചെയ്തതാണ്. ഇതിനകത്ത് നമ്മൾ കട്ടി കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്. നമ്മൾക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം, പൊടിയുപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഒരു കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലേശം വിനാഗിരി 1-2 സ്പൂൺ അളവിൽ. ഇനി നമ്മൾ പാരസെറ്റാമോൾ അല്ലെങ്കിൽ ഡോളോ, ഇതിപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെങ്കിലും കഴിയാത്തയാണെങ്കിലും കുഴപ്പമില്ല, അതിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ ഞാൻ 1 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 1-2 എടുക്കാം കേട്ടോ. കുറേയേറെ കഞ്ഞിവെള്ളം എടുക്കുന്നെങ്കിൽ 2 ടാബ്ലറ്റ് എടുക്കാം. എന്നിട്ട് അതിന് നല്ല പോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുപാട് ഉപകാരപ്രദമാകുന്നതാണ്, നല്ല സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് ഈ ഒരു ഗുളികയുടെ പൊടി ഉണ്ടല്ലോ, ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുക. ഉപ്പ്, വിനാഗിരി, പുളിച്ച കഞ്ഞിവെള്ളം, ഡോളോടെ ഗുളിക പൊടിച്ചിരിക്കുന്നതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ട് നമ്മൾ കിച്ചണിലെ പല ഭാഗങ്ങളിൽ വെക്കാം. നമ്മുടെ കിച്ചണിൽ പാറ്റ, അതുപോലെ തന്നെ പല്ലി, എലിയുടെയൊക്കെ ശല്യങ്ങൾ മിക്കയിടത്തും കാണുമല്ലോ. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് ഇവയുടെ സഞ്ചാരം കൂടുതൽ. അന്നേരം നമുക്ക് കൃത്യമായിട്ട് ഒന്നുകിൽ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത്,
വാഷിംഗ് മെഷീൻ്റെ താഴ്ഭാഗത്തൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശല്യം ഒഴിവാക്കും. കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.